ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. 1968 പുറത്തിറങ്ങിയ കടൽ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ വരികൾ കേൾക്കുമ്പോഴെല്ലാം എനിക്ക് തോന്നാറുണ്ട്, ഇത് ഒരു ഗാനമല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ സംക്ഷിപ്ത ചരിത്രമാണ്. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളെ അഭിനന്ദിക്കാൻ എത്ര പേർ വരും? നിങ്ങളൊരു വലിയ പദവിയിലെത്തിയാൽ എത്ര പേർ നിങ്ങളെ സാർ എന്ന് വിളിച്ച് ഒപ്പം കൂടും? നിങ്ങൾ സമ്പന്നനായാൽ എത്ര ബന്ധുക്കൾ നിങ്ങളെ തേടിയെത്തും? പക്ഷേ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടാൽ, അധികാരവും സമ്പത്തും പ്രശസ്തിയും ആൾക്കൂട്ടവുമൊക്കെ, അപ്പോൾ നിങ്ങളോടൊപ്പം എത്ര പേർ അവശേഷിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരെയും നമ്മുടെ സാഹചര്യങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരെയും ഒന്നായി കാണുന്നു. പക്ഷേ രണ്ടും ഒരുപോലെയല്ല. അധികാരമുള്ള മനുഷ്യൻ്റെ ചുറ്റും ആളുകൾ കൂടും, സമ്പത്തുള്ള മനുഷ്യൻ്റെ വീട്ടിൽ തിരക്കുണ്ടാകും, പ്രശസ്തനായ മനുഷ്യൻ്റെ ഫോൺ നിശബ്ദമാകാറില്ല. അതുകൊണ്ട് അയാൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണെന്ന് കരുതിയാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരിക്കും. കാരണം പലപ്പോഴും ആളുകൾ ആ മനുഷ്യനെ സ്നേഹിക്കുന്നില്ല, അയാളിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളെയാണ് സ്നേഹിക്കുന്നത്. ചരിത്രമൊന്ന് തുറന്നു നോക്കൂ. ജനക്കൂട്ടം കൊണ്ട് നിറഞ്ഞിരുന്ന രാജകൊട്ടാരങ്ങൾ സിംഹാസനം നഷ്ടപ്പെട്ടപ്പോൾ ഒറ്റയ്ക്കായി. പദവി ഉണ്ടായിരുന്നപ്പോൾ വിധേയരായിരുന്നവർ പദവി പോയപ്പോൾ വിരോധികളായി മാറി. ഇത് മനുഷ്യരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഇതാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം. അധികാരം ആകർഷിക്കുന്നു, പണം ആകർഷിക്കുന്നു, പ്രശസ്തി ആകർഷിക്കുന്നു. പക്ഷേ സ്വഭാവം മാത്രമാണ് മനുഷ്യരെ ജീവിതകാലം മുഴുവൻ ചേർത്തു നിർത്തുന്നത്. ചരിത്രം പറയുന്ന ഒരു വലിയ സത്യം പറഞ്ഞ് ഞാൻ ഈ ഇന്നത്തെ ഭാഷണം അവസാനിപ്പിക്കാം. ഒരു കാലത്ത് യൂറോപ്പ് മുഴുവൻ പേരുകേട്ട് വിറച്ചിരുന്നു നെപ്പോളിയൻ്റെ. അദ്ദേഹം യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയാൽ ലക്ഷക്കണക്കിന് സൈനികർ പിന്നാലെ അണിനിരക്കും. രാജാക്കന്മാർ പോലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കുമായിരുന്നു. അരമനകളിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മത്സരമായിരുന്നു. അധികാരം, പ്രശസ്തി, ആരാധകർ, കയ്യടികൾ, അദ്ദേഹത്തിന് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷേ ചരിത്രത്തിൻ്റെ ചക്രമൊന്നു തിരിഞ്ഞു. ബാറ്റിൽ ഓഫ് വാട്ടർലൂ പരാജയത്തിന് ശേഷം എല്ലാം മാറിമറിഞ്ഞു. ഒരിക്കൽ അദ്ദേഹത്തെ വാഴ്ത്തി ഇരുന്ന പലരും അകന്നുപോയി. അവസാനം അദ്ദേഹം നാടുകടത്തപ്പെട്ടത് ദൂരെയുള്ള സെയിൻറ്റ് ഹെലന എന്ന ചെറിയ ഒരു ദ്വീപിലേക്കാണ്. അവിടെ കയ്യടികളില്ല, ജനക്കൂട്ടമില്ല, അരമനകളില്ല, അധികാരത്തിൻ്റെ ആഡംബരമില്ല. ഒടുവിൽ കൂടെ ഉണ്ടായിരുന്നത് വളരെ ചുരുക്കം വിശ്വസ്തർ മാത്രം. 1821 അവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോഴാണ് ചരിത്രം നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവരിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ടാകും? അതോ നിങ്ങളുടെ വിജയത്തെയാണോ അവർ സ്നേഹിക്കുന്നത്? അതുകൊണ്ട് ജീവിതത്തിൽ സമ്പത്ത് നേടൂ, പദവി നേടൂ, പ്രശസ്തി നേടൂ, അർത്ഥപൂർണമായ ജീവിതത്തിന് ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു സമ്പത്ത് കൂടി ഉണ്ടാക്കുവാൻ നാം മറക്കരുത്. നിങ്ങൾ കരയുമ്പോൾ കണ്ണീരൊപ്പാൻ മടിക്കാത്ത കുറച്ചു മനുഷ്യരെ. കാരണം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒരു ദിവസം പൂജ്യമായേക്കാം, നിങ്ങളുടെ പദവി ഒരു ദിവസം അവസാനിച്ചേക്കാം, നിങ്ങളുടെ പ്രശസ്തി മറ്റൊരാളിലേക്ക് മാറ്റപ്പെട്ടേക്കാം. പക്ഷേ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദരിദ്രനാകില്ല. ഓർമ്മിക്കൂ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. അമാവാസിയായാൽ ഒപ്പം നിഴൽ പോലും ഉണ്ടാവില്ല. നമ്മുടെ കണ്ണീരിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ മാത്രം മതി. അയാളാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. വോയിസ് ടോക്സിൽ വീണ്ടും കാണാം.